ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയുടെ മിന്നൽ പരിശോധന. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ബസ് സ്റ്റേഷനിലെ മുക്കിലും മൂലയിലും പരിശോധന നടത്തി. ഉദ്ഘാടനത്തിന് വിളിച്ചത് പൊല്ലാപ്പാകുമെന്ന് സംഘാടകർ പോലും കരുതിയില്ല. എന്റെ പ്രകൃതി വാട്സ്ആപ്പ് കൂട്ടായ്മയുമായി ചേർന്ന് ബസ് ടെർമിനലിൽ നടപ്പാക്കുന്ന ഗാർഡൻ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പക്ഷേ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിലെ മുക്കിലും മൂലയിലും എത്തി പരിശോധന നടത്തുകയായിരുന്നു. ഫാസ്റ്റ് പാസഞ്ചർ മുതൽ AC സ്ലീപ്പർ ബസ്സുകൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിലാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തിയത്. KSRTC ഡിപ്പോയിലെ എല്ലായിടത്തും അപ്രതീക്ഷിതമായി ഗണേഷ് കുമാർ നേരിട്ടെത്തി പരിശോധന നടത്തുകയായിരുന്നു. KSRTC MD പ്രമോദ് ശങ്കറും മറ്റുദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്തും വെയിറ്റിംഗ് റൂം, ബസ് പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ പരിസരങ്ങളിലുമെല്ലാം പരിശോധന നടത്തിയ മന്ത്രി എല്ലാ സ്ഥലങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ആ വിഭാഗം ജീവനക്കാരെ ജോലിയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. KSRTC ബസ്സുകൾ വൃത്തിയായി കഴുകണമെന്നും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ബസ് കഴുകുന്നത് പരിശോധിക്കുമെന്നും വൃത്തിയായി കഴുകിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. കൂടാതെ ബസ് സ്റ്റേഷൻ കെട്ടിടം പ്രവർത്തിക്കുന്ന KTDFCയുടെ സെക്യൂരിറ്റി ജീവനക്കാർ പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും വീഴ്ചയുണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിലെ മാലിന്യം, ജീവനക്കാരുടെ പെരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ നേരത്തെ പരാതി ഉയർന്നിരുന്നു.